ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഈമാനുള്ള മുഅ്മിനീങ്ങൾ പറയുന്ന വാക്യമാണോ ഇത്? നിങ്ങൾക്കറിയില്ലേ, തരുവണയിൽ 2 ആഴ്ച മുമ്പ് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി എന്ന് പറയേണ്ടതില്ല, മുഹമ്മദ് ക അല്ലെങ്കിൽ മുഹമ്മദ് ക എന്ന് പറയാം. കാരണം നുബുവത്ത് കിട്ടിയിട്ടില്ല എന്ന് സൂചിപ്പിക്കാനാണ് മുഹമ്മദ് ക എന്ന് പറഞ്ഞത്. ആ ക്ലിപ്പിട്ടുകൊണ്ട് മുജാഹിദുകൾക്ക് പ്രവാചകൻ കേവലം മുഹമ്മദ് കയാണെന്ന് പറഞ്ഞില്ലേ? പക്ഷേ ഇപ്പോഴും മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ കരളിന്റെ കഷ്ടമായ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഇവര് പറഞ്ഞതെന്താ? ജഡം എന്ന് പറഞ്ഞില്ലേ? ഏതോ പ്രഭാഷകന്റെ ബാവില് എപ്പോഴെങ്കിലും വന്നുപോയൊരു പദപ്രയോഗം എടുത്തുകൊണ്ട് ഗ്രാമാന്തരങ്ങളിൽ കിട്ടുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന സഹോദരന്മാരെ, ഈ മനുഷ്യന്റെ നാവിൽ നിന്നല്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇത് എത്രമാത്രം വിവാദമാകുമായിരുന്നു, എത്രമാത്രം എടുത്തുയർത്തി കാണിച്ച് ആളുകളെ കബളിപ്പിക്കുമായിരുന്നു. കേട്ടുനോക്ക് നിങ്ങള്. നമ്മുടെ നേതാവ് ഇപ്പോഴും മദീനയിൽ നമ്മുടെ സ്വലാത്തുകൾ എത്തിക്കപ്പെടുന്ന നേതാവ്, ഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, സലാത്ത് ചെല്ല് നിങ്ങള് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരില് അത് എത്തിക്കാൻ മലക്കുകൾ കാവലുണ്ട് കേട്ടോ. ആ നേതാവിനെ പറ്റി ജഡം എന്ന് പറയാൻ മാത്രം നാവ് പൊന്തിയെങ്കിൽ എന്തിനാ സഹോദരന്മാരെ നിങ്ങൾ ആ നേതാവിന്റെ മുടി കച്ചവടത്തിന് കൊണ്ടുവരുന്നത്? മഹബത്ത് കച്ചവടം ചെയ്തു, മുത്തുനബിയെ പറ്റി വിളിച്ചു പറയാൻ പാടില്ലാത്തത് വിളിച്ചു പറയുന്നു. എന്നിട്ട് നിങ്ങൾ വീണ്ടും ഞങ്ങൾക്കെതിരെ തിരിയുമ്പോ അടങ്ങി നിൽക്കാൻ സാധിക്കില്ല കേട്ടോ. ഈമാനുള്ള മുഅ്മിനിന്റെ, മഹബത്തുള്ള മുഅ്മിനിന്റെ, ഹബീബായ ആശിക്കായ ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് ഈ പ്രതികരണം കേട്ടോ. കളി കാന്തപുരത്തോടാണോ? പ്രവാചകന്റെ ജഡം ഇല്ലേ? ജഡം പ്രവാചകന്റെ ജഡം ഇല്ലേ? ആരെ സംബന്ധിച്ചാണ് മുസ്ലിമേ ഇത് പറഞ്ഞത്? പ്രവാചകന്റെ ജഡം ഇല്ലേ? ജഡം പ്രവാചകന്റെ ജഡം ഇല്ലേ? ഒരു മനുഷ്യൻ കുർത്തം കെട്ടാലും അതിനൊരു പരിധിയില്ലേ? പ്രവാചകന്റെ ജഡം ഇല്ലേ? ജഡം പ്രവാചകന്റെ ജഡം ഇല്ലേ? അവസാനം ഈമാനില്ലാതെ ചത്തുപോകണ്ട, കാഫിറായി ചത്തുപോകണ്ട. ജഡം സാധാരണ ശരീരം പോലെ ജീർണിക്കുകയോ മണ്ണ് തിന്നുകയോ ഇല്ല. എന്നാൽ അതുകൊണ്ട് മാന്തി നോക്കാൻ പാടുള്ളോ? അവിടെ കവർ തുറന്നു നോക്കാൻ പാടുള്ളോ? ഇല്ല. അതുപോലെ ഇത് കത്തിച്ചു നോക്കാൻ പാടില്ല. ഇതിനെ ഹീനമാക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. കളിച്ച് കളിച്ച് നബിയുടെ കബറ് മാന്തുന്നത് വരെ എത്തിയ സ്ഥിതിക്ക് ഡെമോക്രസി ഒരു ഇടവേളയെടുത്ത് മുങ്ങുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജഡം മാന്തി നോക്കാൻ പറ്റുമോ ചോദ്യം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിശ്വാസപ്രകാരമെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമോ? ഏത് നേരത്തും വിളിച്ചു തേടുമ്പോ നിങ്ങൾക്ക് ഉത്തരം തരുന്ന എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന, എന്തും ചോദിക്കാമെന്ന് പറയുന്ന ഞങ്ങളാ വിശ്വാസക്കാരല്ല. കാരണം പരിശുദ്ധ ഖുർആൻ ഞങ്ങളെ പഠിപ്പിച്ചത് അല്ലാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കരുതെന്നാണ്. പക്ഷേ സ്വലാത്ത് ചൊല്ലണം കേട്ടോ. മലക്കൊന്നതാ നിൽക്കുന്നു റൗളാ മുന്നിലേ, എത്തുന്നതാ ശബ്ദങ്ങളെല്ലാം തന്നിലേ. ആരോ സ്വലാത്തൊന്നെവിടെ നിന്നോ ചൊല്ലിയാൽ മലക്കപ്പോഴേ കേൾക്കുന്നതാണത് ശ്രദ്ധയാൽ. തിരുമുസ്തഫ നബിയെ വിളിച്ചു മലക്കുടൻ പറയും സ്വലാത്തത ചൊല്ലി ഇന്നാലിന്നവൻ. നമ്മുടെ സ്വലാത്ത് മലക്കുകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ആ നേതാവിനെ പറ്റി നിങ്ങൾ പറയാൻ പാടില്ലാത്തതല്ലേ ഈ പറഞ്ഞിട്ടുള്ളത്? നിങ്ങളുടെ വിശ്വാസപ്രകാരം പറയാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം.